കുഞ്ഞൊട്ടകം ആദ്യമായിട്ടാണ് മണൽപ്പരപ്പിലേക്ക് ഭാരവുമായി ഇറങ്ങുന്നത്. ഈ മണലാരണ്യത്തിൻ്റെ അനന്തത കണ്ട് വിസ്മയിച്ച് ഭയന്ന് കുഞ്ഞൊട്ടകം ഒരു നിമിഷം ചിന്തിച്ചുപോയി, തനിക്ക് എത്ര നേരം മുമ്പോട്ട് നടക്കാൻ കഴിയും. കൂടെ ഉണ്ടായിരുന്ന അമ്മയോട് പറഞ്ഞു, തനിക്ക് ആകെ തലകറങ്ങുന്നു, ഒരു ചുവട് പോലും മുമ്പോട്ട് വെക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അമ്മ പറഞ്ഞു, നീ ഇനി മുമ്പോട്ട് നോക്കണ്ട, ഭാരവും വലിച്ച് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ഓരോ ചുവടുകളും മുമ്പോട്ട് വെക്കുന്നത് നോക്കി നീ ഓരോ ചുവടായി മുമ്പോട്ട് വെക്കുക. എപ്പോൾ നിനക്ക് തളരുന്നു എന്ന് തോന്നുന്നോ അവിടെ നിനക്ക് യാത്ര അവസാനിപ്പിക്കാം. പിന്നെ കുഞ്ഞൊട്ടകം മുമ്പോട്ട് നോക്കിയില്ല, അമ്മയുടെ കാലുകൾ മാത്രം നോക്കി ഓരോ ചുവടും മുമ്പോട്ട് വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് കുറേ ദൂരം അവൻ സഞ്ചരിച്ചു. പിന്നെ ഒരു മരുപ്പച്ചയിലെത്തി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ശാന്തമായ ആ മണൽക്കാട്ടിൽ തൻ്റെ പാദങ്ങൾ വളരെ ദൂരം പിന്നിലേക്ക് പതിഞ്ഞു കിടക്കുന്നത് ആ കുഞ്ഞൊട്ടകം കണ്ടു. എല്ലാ നീണ്ട യാത്രകളും ആരംഭിക്കുന്നത് ആദ്യത്തെ ഒരു ചുവടിൽ നിന്ന് തന്നെയാണ്. ഞായർപ്പള്ളിക്കൂടവും ഇപ്പോൾ 300 ആഴ്ചകൾ പിന്നിടുകയാണ്. ഒത്തിരി പേരുടെ സ്നേഹവും സഹകരണവും എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്. ത്യാഗമുണ്ട്. എല്ലാവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് 300ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ നന്മയുണ്ടോ അവിടെ വെളിച്ചമുണ്ട്, എവിടെ വിശുദ്ധിയുണ്ടോ അവിടെ പ്രകാശമുണ്ട്, എവിടെ അശുദ്ധിയുണ്ടോ അവിടെ ഇരുട്ടുണ്ട്, എവിടെ തിന്മയുണ്ടോ അവിടെ അന്ധകാരം നിറഞ്ഞിരിക്കും. 1962 മെയ് 17 നിരണത്ത് കൂടിയ മലങ്കര അസോസിയേഷൻ യോഗത്തിൽ വെച്ച് കണ്ടനാടിന്റെ ഔഗേന്മാർ തീമോത്തിയോസ് മെത്രാപ്പോലിത്തായെ തന്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു. ചെക്കിംഗ് ഇല്ലപ്പോൾ മാത്രം ഹെൽമെറ്റ് വെച്ചാൽ മതി കേട്ടോ. ക്രൈസ്തവ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വിശുദ്ധ സ്തേഫാനോസ് അഥവാ സ്തേഫാനോസ് സഹദ. അപ്പോസ്തലന്മാർ തെരഞ്ഞെടുത്ത് കൈവപ്പ് കൊടുത്ത് ശുശ്രൂഷകരാക്കിയ 7 പേരിൽ ഒരാളാണ്. ദൈവദൂഷണം ആരോപിച്ച് യെരുശലേമിലെ ന്യായാധിപന്മാർ കല്ലെറിഞ്ഞു കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു അദ്ദേഹത്തെ. കല്ലെറിഞ്ഞു കൊല്ലാൻ അനേകർ കൂടിവരും. അദ്ദേഹത്തിൻ്റെ മുഖം ദൈവദൂതനെ പോലെ പ്രകാശിക്കുകയും മുകളിൽ സ്വർഗത്തിലേക്ക് നോക്കിയ സ്തേഫാനോസ് സഹദ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം തൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടൊപ്പം തന്നെ കല്ലെറിഞ്ഞവരോട് ആ കുറവ് ഓർക്കരുത് എന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധമായ ആ രക്തസാക്ഷി മരണം സ്വീകരിക്കുകയായിരുന്നു. ഇന്ത്യയിലേക്ക് വിശുദ്ധ സ്തേഫാനോസിൻ്റെ തിരുശേഷിപ്പ് കൊണ്ടുവന്നത് കേരളത്തിലേക്കാണ്. 1677 കൊടശനാടുള്ള സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിൽ ആണ് അത് സൂക്ഷിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സെയിൻറ്റ് സ്റ്റീഫൻസ് ദേവാലയവും ഈ കൊടശനാട്ടെ ദേവാലയമാണ്. അഭിനന്ദ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയുടെ സന്ദേശത്തിൽ ഇന്ന് വിശുദ്ധ സ്തേഫാനോസ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർപ്പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട മക്കളെ, ഞായർപ്പള്ളിക്കൂടം എന്ന പ്രഭാഷണ പരമ്പര ആരംഭിച്ചിട്ട് ഇത് 300ാം എപ്പിസോഡാണ്. 300ാം എപ്പിസോഡ്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യാം. വളരെ ശ്രദ്ധയോടുകൂടെ ശുഷ്കാന്തിയോടുകൂടെ തുടർച്ചയായി ഞായർപ്പള്ളിക്കൂടം പ്രസിദ്ധീകരിക്കുന്നതിൽ ഡോക്ടർ സന്തോഷ്, നമ്മുടെ ചാച്ചൻ സന്തോഷ് നിർവഹിച്ചിട്ടുള്ള സ്തുത്യർഹമായ സേവനം വളരെ വലുതാണെന്ന് ഈ അവസരം നമുക്ക് പ്രത്യേകം ഓർക്കാം. ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഈ പ്രഭാഷണ പരമ്പര, ഈ പഠന പരമ്പര തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം വ്യക്തികളുണ്ട്, ആളുകളുണ്ട്, പ്രത്യേകിച്ചും കുഞ്ഞുമക്കളുണ്ട്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 300ാം എപ്പിസോഡ് ഈ അവസരം
പ്രസിദ്ധീകരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ. ദൈവനാമത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധനായ മാർ സ്തേഫാനോസ് സഹദായെ സംബന്ധിച്ചാണ്. അദ്ദേഹം ഷമ്മാശന്മാരിൽ പ്രധാനിയായിരുന്നു, സഹദേമാരിൽ മുമ്പനായിരുന്നു. അദ്ദേഹം മഹത്വമുള്ളവനായിരുന്നു എന്ന് പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം സഹദേമാരിൽ പ്രധാനിയായിരുന്നു, മുമ്പനായിരുന്നു എന്ന് പറയുമ്പോൾ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു രക്തസാക്ഷി മരണം സ്വീകരിച്ച ഒരു പുണ്യവാനായിരുന്നു സ്തേഫാനോസ് സഹദ. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? യേശു ക്രിസ്തുവിന് വേണ്ടി, ദൈവനാമ മഹത്വത്തിനായി. അങ്ങനെ സഭയുടെ ചരിത്രത്തിലെ ആദ്യ സഹദയാണ്. തീർച്ചയായിട്ടും യൂഹാനോൻ മാബ്ദാന രക്തസാക്ഷിത്വം പ്രാപിച്ച ആളായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ സഭ ആരംഭിച്ച ശേഷം, അതായത് പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം ആദ്യത്തെ സഹദ പെന്തിക്കോസ്തി പെരുന്നാളിലാണല്ലോ സഭയുടെ യഥാർത്ഥമായ ആവിർഭാവം. അതിനുശേഷം യേശു ക്രിസ്തുവിന് വേണ്ടി ദൈവനാമ മഹത്വത്തിനായി മറ്റുള്ളവരാൽ പീഡയേറ്റ്, കല്ലേറ് ഏറ്റ് മരണം സ്വീകരിച്ച, സാക്ഷ്യമരണം പ്രാപിച്ച, മാർട്ടിർഡം പ്രാപിച്ച സഹദ ആയിരുന്നു പരിശുദ്ധനായ സ്തേഫാനോസ് സഹദ. അദ്ദേഹം ഷമ്മാശന്മാരിൽ മുമ്പനായിരുന്നു, ആദ്യ പേരുകാരനായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് അറിയാവുന്നതുപോലെ അദ്ദേഹം തേജസ്വിയായിരുന്നു, മഹത്വമുള്ളവൻ എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് നമ്മളുടെ തുബ്ദേനിൽ, 4-ാം തുബ്ദേനിൽ മഹത്വമുള്ളവനായ മാർ സ്തേഫാനോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ തേജസ്വിയായ സ്തേഫാനോസ് എന്ന് പറയേണ്ടതാണ്. ഈ അവസരം ഈ 3 കാര്യങ്ങൾ നമുക്ക് അടിവരയിടാം. ആരായിരുന്നു സ്തേഫാനോസ്? സ്തേഫാനോസ് സഹദാമാരിൽ മുമ്പനായിരുന്നു, രക്തസാക്ഷി മരണം പ്രാപിച്ചായിരുന്നു. സഹദ എന്ന വാക്കിൻ്റെ അർത്ഥം സാക്ഷി എന്നാണ്. യഥാർത്ഥത്തിൽ സാക്ഷ്യ ജീവിതമുള്ള ഒരാളായിരുന്നു സ്തേഫാനോസ് സഹദ എന്ന് പ്രത്യേകമായി അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. 7 ഷമ്മാശന്മാരും സാക്ഷ്യജീവിതം ഉള്ളവരായിരുന്നു. അങ്ങനെ സാക്ഷ്യജീവിതമുള്ള ഒരാളായിരുന്നു സ്തേഫാനോസ് സഹദ. അതേപോലെ തന്നെ സാക്ഷ്യമരണം പ്രാപിച്ച ആളുമായിരുന്നു. സാക്ഷ്യമരണം സാക്ഷ്യജീവിതത്തിൻ്റെ തുടർച്ചയാണ്. സാക്ഷ്യമരണം എന്നെങ്ങനെ സാക്ഷ്യമരണം? രക്തം ചൊരിഞ്ഞ് യേശു ക്രിസ്തുവിന് വേണ്ടി മരണം സ്വീകരിക്കുന്നവരെയാണ് രക്തസാക്ഷികൾ, മാർട്ടിയേഴ്സ് എന്ന് നാം പറയാറുള്ളത്. സാക്ഷ്യജീവിതവും സാക്ഷ്യമരണവും അത് സ്തേഫാനോസ് സഹദയെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. രണ്ടാമത്, അദ്ദേഹം ഷമ്മാശന്മാരുടെ ഗണത്തിൽ 7 പേരെയാണ് ആദിമസഭ തിരഞ്ഞെടുക്കുന്നത്. അതിനെന്താണ് കാരണം? വിധവമാരുടെ സംരക്ഷണമായിരുന്നു, അവരുടെ ഇടയിലുള്ള ശുശ്രൂഷയായിരുന്നു. അന്നത്തെ കാലത്ത് വിധവമാർ ഏതാണ്ട് അനാഥരായിരുന്നു. ആരും അവരെ നോക്കില്ല. അവർക്ക് വസ്തുവകകളിൽ ഓഹരിയില്ല. പിന്നെ അവർ എങ്ങനെ ജീവിക്കും? അങ്ങനെ ജീവിതം വഴിമുട്ടി നിന്നിരുന്ന
വിധവമാരെ പരിരക്ഷിക്കുന്നതിൽ, ഒരു വലിയ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ, ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആദിമസഭ 7 പേരെ തിരഞ്ഞെടുക്കുന്നത്. ആ 7 പേർ ആ ശുശ്രൂഷ നിർവഹിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശമ്മാശന്മാർ, ശുശ്രൂഷകർ. അവരിൽ ആദ്യത്തെ പേര് സ്തേഫാനോസ് സഹതയുടേതായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, സാക്ഷ്യജീവിതമുള്ള ദൈവമക്കൾ അവരുടെ ജീവിതം പ്രയാസപ്പെടുന്നവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നതിലുള്ള ഒരുക്കമുള്ള, സന്നദ്ധതയുള്ള ആളുകളും കൂടെ ആയിരിക്കുമെന്ന പാഠമാണ് സ്തേഫാനോസ് സഹതയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? അവിടെ പറഞ്ഞിരിക്കുകയാണ്, അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായത്തിൽ ഏറ്റവും ഒടുവിലത്തെ വാക്യം, അതായത് 15-ാം വാക്യത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, സ്തേഫാനോസ് സഹതയെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് അങ്ങനെ നിലകൊണ്ടവനാകൊണ്ട് അവനെ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അവൻ എന്താണ് പറയുവാനുള്ളത് എന്ന് കേൾക്കുകയായിരുന്നു. അവനെ സംബന്ധിച്ച് പല ചോദ്യങ്ങളും അവനോട് ചോദിക്കുകയായിരുന്നു. ന്യായവിസ്താരത്തിൽ നിൽക്കുന്ന സ്തേഫാനോസിനെ ആ ന്യായാധിപ സംഘം, വിധിക്കുന്നതിന് വേണ്ടി ഇരിക്കുന്ന സംഘം, അവനെ ഉറ്റുനോക്കി എന്നാണ് പ്രത്യേകം എഴുതിയിരിക്കുന്നത്. ശ്രദ്ധയോടുകൂടെ നോക്കി. എന്താണ് അവൻ ശ്രദ്ധാകേന്ദ്രമായി തീർന്നത്? ഇവിടെ പറയുന്നത്, അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായത്തിൽ ഏറ്റവും ഒടുവിലത്തെ വാക്യമാണ് 15-ാം വാക്യം. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ കാരണത്താൽ തന്നെ അവൻ കളങ്കരഹിതനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവനിൽ ഒട്ടും ഇരുളുണ്ടായിരുന്നില്ല, തിന്മയുണ്ടായിരുന്നില്ല. എവിടെ നന്മയുണ്ടോ അവിടെ വെളിച്ചമുണ്ട്, എവിടെ വിശുദ്ധിയുണ്ടോ അവിടെ പ്രകാശമുണ്ട്, എവിടെ അശുദ്ധിയുണ്ടോ അവിടെ ഇരുട്ടുണ്ട്, എവിടെ തിന്മയുണ്ടോ അവിടെ അന്ധകാരം നിറഞ്ഞിരിക്കും. അപ്പോൾ തിന്മയിൽ നിന്ന് മുക്തനായി, വിശുദ്ധിയിൽ നിറഞ്ഞവനായി അങ്ങനെ ഒരു ജീവിതം നയിച്ചതുകൊണ്ട് അവൻ ദൈവദൂത സമാനനായി മാറുക, ദൈവദൂതനെ പോലെ രൂപാന്തരപ്പെടുന്ന ഒരു ജീവിതത്തിന് ഉടമയായിരുന്നു സ്തേഫാനോസ് സഹത എന്ന് നമ്മൾ പ്രത്യേകം പഠിക്കുന്നു. അങ്ങനെയാണ് സ്തേഫാനോസ് സഹതയെ നമ്മൾ കാണുന്നത്. സ്തേഫാനോസ് സഹതയെ സംബന്ധിച്ച് അവൻ ആദ്യത്തെ പുതിയ നിയമ സഹതയായിരുന്നു എന്ന് നാം കാണുന്നു. സ്തേഫാനോസ് എന്ന പദത്തിൻ്റെ അർത്ഥം കിരീടം എന്നാണ്. ഒരു വലിയ പോരാട്ടമായിരുന്നു ജീവിതം. ആ പോരാട്ടത്തിൽ തിന്മയോടുള്ള പോരാട്ടം, തിന്മയോട് ശക്തികളോടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൽ അവൻ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്നു. അതുകൊണ്ട് രക്തസാക്ഷി മരണം സ്വീകരിക്കേണ്ടതായി വന്നു. സ്തേഫാനോസ് എന്ന വാക്കിൻ്റെ അർത്ഥം കിരീടം എന്നാണെന്ന് സൂചിപ്പിച്ചല്ലോ. ഈ പോരാട്ട മരണം സ്വീകരിച്ച സ്തേഫാനോസിന് ദൈവം സഹതാമാർക്ക് നൽകുന്ന, പോരാട്ടക്കാർക്ക് നൽകുന്ന വിജയ കിരീടം അവനെ ധരിപ്പിച്ചു. സ്തേഫാനോസ് എന്ന പേരും സ്തേഫാനോസ് നയിച്ച ജീവിതവും അതിൻ്റെ ഫലമായി അവൻ രക്തസാക്ഷിയായി തീർന്നതുകൊണ്ട് അവന് ദൈവം വിജയത്തിൻ്റെ കിരീടം നൽകിയതും ഇതെല്ലാം ഒന്നിച്ചിണങ്ങി വരുന്ന ഒരാളത്വമായിരുന്നു സ്തേഫാനോസ് സഹതായുടെ. കുഞ്ഞുങ്ങളെ, സ്തേഫാനോസ് നമുക്ക് മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ ഞായർ പള്ളിക്കൂടം ആരംഭിച്ചിട്ട് 300-ാം എപ്പിസോഡ്, 300-ാം ഞായറാഴ്ചയാകുമ്പോൾ സ്തേഫാനോസ് സഹത ഒരു മാതൃകാ പുരുഷനായി
ദൈവപുരുഷനായി ശോഭിതനായി നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. സ്തേഫാനോസ് സഹോദരയുടെ മധ്യസ്ഥത കാവലും കോട്ടയുമായിരിക്കട്ടെ. കുഞ്ഞുങ്ങളെ, ദൈവം തമ്പുരാൻ നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചേട്ടാ, ആ എന്താ ഞാൻ ഹെൽമെറ്റ് എടുക്കുന്നുണ്ട് കേട്ടാ. അത് ചെക്കിങ് ഉണ്ട്. നീ ചെക്കിംഗ് ഇല്ലപ്പോ മാത്രം ഹെൽമെറ്റ് വെച്ചാൽ മതി കേട്ടാ. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ചെക്കിങ്ങിൽ കൃത്യമായി നിയമം പാലിച്ചവർക്കും അതുപോലെ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുമുള്ള സമ്മാനദാന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എടാ, എനിക്ക് ഗിഫ്റ്റ് ഒരു ആർട്ടിയോന്റെ റോഡ് നിയമം പാലിച്ചേനി. എന്ത് നിയമം? കൃത്യമായി നിയമം പാലിച്ച ഇരുചക്രവാഹന ഡ്രൈവർമാർക്കുള്ള സമ്മാനദാനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ആർടിഒയെ ക്ഷണിക്കുന്നു. ഫാത്തിമത്ത് മാണിക്കോത്ത്, ദേവിക നീലേശ്വരം, അടുത്തത് അഭിജിത്ത് മടിക്കൈ. അഭിജിത്ത് മടിക്കൈ, അഭിജിത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് തിതിയൻ വലിയ നിയോഗങ്ങളുടെ പിതാവായിരുന്നു. മലങ്കരയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ പരുമലമാർ ഗ്രിഗോറിയോസ്, വട്ടശ്ശേരിൽ മാർ ദീവന്യാസ്യൂസ് ഇവരുടെ ശിഷ്യനായിരിക്കുക. പിന്നീട് പരുമലമാർ ഗ്രിഗോറിയോസിനെയും എൽദോമാർ ബസേലിയോസിനെയും ഒക്കെ പരിശുദ്ധന്മാരായി പ്രഖ്യാപിക്കാൻ കഴിയുക. ഇതുകൊണ്ടൊക്കെ തന്നെ ആ പിതാവ് വലിയ നിയോഗങ്ങളുടെ പിതാവായിരുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് തിതിയൻ കാതോലിക്ക ബാവ ലഘുപഠനം ഇന്ന് അവസാന ഭാഗം. 1952 പത്തനംതിട്ടയിൽ മലങ്കര സഭയുടെ ആദ്യത്തെ കോളേജായി കാതോലിക്കേറ്റ് കോളേജ് സ്ഥാപിക്കപ്പെട്ടു. 1953 മെയ് 15 മലങ്കര സഭയ്ക്കായി പത്രോസ് മാർ ഒസ്താത്യോസ്, മാത്യൂസ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ അത്താനാസ്യോസ്, ദാനിയേൽ മാർ പീലക്സീനോസ്, മാത്യൂസ് മാർ കൂറിലോസ് എന്നീ മെത്രാപ്പോലിത്തന്മാരെ കൂടി വാഴിച്ചു. 1956 ഒക്ടോബർ 31 എത്യോപ്യൻ ചക്രവർത്തിയായിരുന്ന ഹെയ്ലി സെലാസി ഭാരതം സന്ദർശിക്കുകയും അദ്ദേഹത്തിന് മലങ്കരയിൽ ഊഷ്മളമായ സ്വീകരണം നൽകുകയും ചെയ്തു. 1954 സുപ്രീം കോടതിയിൽ ബാവ തിരുമേനി സമർപ്പിച്ച അപ്പീൽ അനുവദിച്ച് സമുദായ കേസ് കേരള ഹൈക്കോടതിയിൽ വീണ്ടും കേൾക്കുന്നതിന് ഉത്തരവാവുകയും 1956 ഡിസംബർ 31 സമുദായ കേസ് വീണ്ടും ബാവ തിരുമേനിക്ക് പ്രതികൂലമായി വിധിക്കുകയും ചെയ്തു. തുടർന്ന് കേസ് വീണ്ടും സുപ്രീം കോടതിയിലെത്തുകയും 5 ജഡ്ജിമാർ അടങ്ങിയ ഭരണഘടനാ ബെഞ്ചിനു മുമ്പാകെ 1958 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വാദം നടക്കുകയും 1958 സെപ്റ്റംബർ 12 സുപ്രീം കോടതി സമുദായ കേസ് കാതോലിക്ക ഭാഗത്തിന് അനുകൂലമായും മലങ്കര സഭയുടെ പരിപൂർണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടും വിധി പുറപ്പെടുവിച്ചു. 1958 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ
വിധിയെ തുടർന്ന് മലങ്കര സഭയിൽ ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും എതിർ വിഭാഗക്കാരായിരുന്ന യാക്കോബായ വിഭാഗത്തിൻ്റെ അഭ്യർത്ഥനയെ തുടർന്ന് നിരുപാധികമായി സമാധാനമുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളും സേവനങ്ങളും ആർക്കും ഒരിക്കലും ചരിത്രത്തിൽ വിസ്മരിക്കുവാൻ സാധിക്കുന്ന കാര്യമല്ല. സമുദായ കേസിൽ വിജയം നേടിയ പരിശുദ്ധ ബാവാ തിരുമേനി എതിരാളികളെ നോവിക്കുന്ന ഒരു വാക്കുപോലും പറഞ്ഞില്ല. സമാധാനത്തിന്റെ വാതിലുകൾ അദ്ദേഹം മലർക്കെ തുറന്നു. അന്നേ വരെ വൃദ്ധൻ പുന്നൂസ് എന്ന് തങ്ങൾ വിളിച്ചാക്ഷേപിച്ചിരുന്ന പരിശുദ്ധ കാതോലിക്ക ബാവാ തിരുമനസിന്റെ മുൻപിൽ അവർ മുട്ടുകൾ മടക്കി അദ്ദേഹത്തിന്റെ കൽപ്പനകൾ കേൾക്കുവാൻ കാത്തിരുന്നു. മാർത്തോമാസ്ലിഹായുടെ ശ്ലൈഹിക സിംഹാസനത്തിൽ വാണരുളുന്ന മോറാൻമാർ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്കോസും അന്ത്യോക്യയുടെ യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസും പരസ്പരം സ്വീകരിച്ചു. പരിശുദ്ധ കാതോലിക്ക ബാവയെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള എല്ലാവരെയും നിരുപാധികം സ്വീകരിച്ചുകൊണ്ടുള്ള അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ കൽപ്പനയും തുടർന്ന് ഭരണഘടനയ്ക്ക് വിധേയമായി പാത്രിയർക്കീസ് ബാവയെയും അനുയായികളെയും സ്വീകരിച്ചുകൊണ്ടുള്ള കാതോലിക്ക ബാവയുടെ കൽപ്പനയും 1958 ഡിസംബർ 16 കോട്ടയം പഴയ സെമിനാരിയിൽ വെച്ച് പരിശുദ്ധ ബാവാ തിരുമേനിയും പാത്രിയർക്കീസിനെ പ്രതിനിധാനം ചെയ്ത് ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്തായും പരസ്പരം കൈമാറിയതോടെ സഭയിൽ സമാധാനം കൈവന്നു. 1962 ഡിസംബർ 16 ഡൽഹിയിൽ സമ്മേളിച്ച അഖില ലോക സഭാ പ്രതിനിധി സമ്മേളനത്തിൽ സംബന്ധിച്ച ശേഷം കോട്ടയത്തെത്തിയ എത്യോപ്യ, അർമേനിയ, സിറിയ, ഗ്രീക്ക്, റുമേനിയ, റഷ്യ, ഈജിപ്തായ സഭാ മേലധ്യക്ഷന്മാർക്ക് സ്വീകരണമൊരുക്കി. 1962 മെയ് 17 നിരണത്ത് കൂടിയ മലങ്കര അസോസിയേഷൻ യോഗത്തിൽ വെച്ച് കണ്ടനാടിന്റെ ഔഗേന്മാർ തീമോത്തിയോസ് മെത്രാപ്പോലിത്തായെ തന്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു. 1963 ഡിസംബർ 21 അന്ത്യകൽപ്പന പൂർത്തിയാക്കി ഒപ്പുവെച്ചു. ഡിസംബർ 23 ദേവലോകം അരമനയിൽ വെച്ച് കന്തീല ശുശ്രൂഷ നടത്തപ്പെട്ടു. ഈ പരിശുദ്ധ പിതാവ് 1964 ജനുവരി മാസം 3 കാലം ചെയ്ത് സഭയുടെ ആസ്ഥാനമായ ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ കബറടക്കപ്പെട്ടു. പരിശുദ്ധ തിരുമേനിയുടെ ജീവിതം നിങ്ങൾ കൂടുതൽ വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ. നമുക്ക് എഴുന്നേൽക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ക്വസ്റ്റ്യൻ ടൈം. ക്വസ്റ്റ്യൻ ടൈമിൽ ഇന്ന് ആദ്യം കഴിഞ്ഞ ആഴ്ച ചോദ്യം, അതിന്റെ ഉത്തരം. നോഹ പെട്ടകത്തിലായിരിക്കുമ്പോൾ മഴ പെയ്തത് എത്ര ദിവസം? 150 ദിവസം. പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാരുടെയും ഉത്തരം ശരിയാണെന്ന് അറിയാം. എന്നാൽ ഈ ആഴ്ചത്തെ ചോദ്യം എന്താണെന്ന് നോക്കണ്ടേ? സ്തേഫാനോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാരും ഇന്ന് തന്നെ നിങ്ങളുടെ ടീം ലീഡേഴ്സിന് ഉത്തരം അയക്കാൻ മറക്കാതിരിക്കുക. ഞായർപ്പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്ത് വിളിക്കുന്നവർ 2713-100 എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക. ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSIബോധനം.org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വൈകിട്ട് 7 മണിക്ക് ഗ്രിഗോറിയൻ ടിവിയിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും.